നമസ്കാരം. കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം എന്നതാണ് ഇത്തവണത്തെ LGSൻ്റെ പ്രത്യേകത. ഒരുപാട് വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റാണിത്. സോ ഡിസംബർ 3 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാൻ ആരും വിട്ടുപോകരുത്. എക്സാം എന്തായാലും 6 മാസത്തിനുള്ളിൽ ഉണ്ടായിരിക്കും. LGS എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് ഇപ്പോഴേ ആരംഭിക്കണം. ഇപ്പോൾ റീസെൻ്റായി നടന്ന എക്സാമുകളിലൊക്കെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി ന്യൂ SCERT സീരീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റ് വൈസ് നമുക്ക് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാം. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ന്യൂ SCERT ബുക്കാണ് നോക്കുന്നത്. ഇന്ന് ആദ്യം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. പഴയ SCERTയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അധികം ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ന്യൂ SCERTയിൽ നിറയെ ചാപ്റ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. 9ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാനുണ്ട്. സോ നമ്മുടെ PSCയുടെ സിലബസ് അനുസരിച്ച് നോക്കേണ്ട ഓർഡറിലാണ് ഈ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുന്നത്. ഓരോ ക്ലാസ് വൈസ് ഓരോ ചാപ്റ്റേഴ്സായിട്ട് നോക്കാം. എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിൽ ചെയ്യുമ്പോൾ വീഡിയോ വളരെ ലെങ്തി ആയിരിക്കും. നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നോക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം നോക്കേണ്ടത് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് ഭരണഘടനയ്ക്കൊരു മുഖവുര. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഭരണഘടന രൂപം കൊള്ളാനുണ്ടായ സാഹചര്യത്തെ പറ്റി പറയുന്ന ഒരു ചാപ്റ്ററാണ് ഭരണഘടനയ്ക്കൊരു മുഖവുര. അടുത്ത് നോക്കേണ്ടത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും. അടുത്തത് 8ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും 5ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇതൊക്കെ സോഷ്യൽ സയൻസ് ബുക്കുകളിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. അടുത്ത ചാപ്റ്റർ വരുന്നത് 8ാം ക്ലാസ്സിൽ തന്നെ 9ാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. അടുത്തത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. പാർലമെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അടുത്തത് 9ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. അതായത് വിവിധ കമ്മീഷനുകളെ കുറിച്ച് പറയുന്നത്, ഭരണഘടനാ കമ്മീഷനുകളെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. അടുത്തത് 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. അടുത്തത് പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുന്ന 2 ചാപ്റ്റേഴ്സാണ്. 5ാം ക്ലാസ്സിലെ ജനങ്ങളാൽ 6ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് ജനങ്ങളാൽ. പിന്നെ 7ാം ക്ലാസ്സിലെ അധികാരം ജനങ്ങൾക്ക് എന്ന ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ അധികാരം ജനങ്ങൾക്ക്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് നോക്കാനുള്ളത്. നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് നോക്കാം. ആദ്യം നോക്കേണ്ടത് ഭരണഘടനയ്ക്കൊരു മുഖവുര എന്ന ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 9ാമത്തെ ചാപ്റ്റർ ഭരണഘടനയ്ക്കൊരു മുഖവുര. ഇവിടെ ഇതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭരണഘടനയുടെ പേജ് നോക്കാം. ഫസ്റ്റ് പേജ് പുറംചട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. ഭരണഘടനയ്ക്കൊരു മുഖവുര. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിൽ സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഇമോജി ചേർക്കുക. ഹെൽമറ്റ് ഇടുന്നതും പിന്നെ ക്യൂ നിൽക്കുന്നതൊക്കെ സമൂഹത്തിന് നല്ലതാണ്. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന. അപ്പോൾ രാജ്യം പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ആധികാരിക രേഖയാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. അപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ഒരു ആധികാരിക രേഖയാണ്. സ്കൂൾ ക്ലബ്ബിൽ അഭിമുഖത്തിൽ മുതിർന്ന അഭിഭാഷകയുമായി നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്, കുട്ടികൾ നടത്തിയൊരു അഭിമുഖത്തിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതിൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ്?
പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വച്ചിട്ടുള്ളത് എവിടെയാണ്? ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇതിനൊക്കെ ഒരു ഉത്തരമേ ഉള്ളൂ, ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചും പൗരരുടെ ചുമതലകളെക്കുറിച്ചും ഭരണകർത്താക്കളുടെ അധികാരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ മുൻഗാമികളെക്കുറിച്ച് നോക്കാം. ആദ്യം ഭരണഘടന എന്ന ആശയം രൂപപ്പെടുന്നതിനിടയാക്കിയ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഹമ്മൂറാബിയുടെ നിയമസംഹിത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ്. പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മൂറാബിയുടെ നിയമസംഹിത ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. ഹമ്മൂറാബിയുടെ നിയമസംഹിത ഇത് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് SCERT ടെക്സ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ കേട്ടിട്ടില്ലല്ലോ എന്ന് കരുതരുത്. അപ്പോൾ ഹമ്മൂറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കച്ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ്. പുരാതന ബാബിലോണിയയിലൂടെ ഭരണാധികാരിയായിരുന്ന ഹമ്മൂറാബിയുടെ BCE 1792 1750 കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. നിയമസംഹിതയാണ് ഹമ്മൂറാബിയുടെ നിയമസംഹിത എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം. രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് അനുശാസിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഓപ്ഷൻസിൽ ഹമ്മൂറാബിയുടെ നിയമസംഹിത ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ വരുന്നത്. അടുത്തത് മാഗ്ന കാർട്ട. ഇത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും മാഗ്ന കാർട്ടയെ കുറിച്ചിട്ട്. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരിക്കുന്ന സമയത്ത് ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. അടുത്തത് മഹത്തായ വിപ്ലവം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അതും ഭരണഘടനയ്ക്ക് ഒരു പിൻഗാമിയാണ്. ഭരണഘടനയുടെ ഒരു മുൻഗാമി ആയിട്ട് വരുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ രൂപീകരണം വരുന്നുണ്ട്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 1776 നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഭരണഘടനയുടെ ഒരു മുൻഗാമിയായിട്ടാണ് വരുന്നത്. അമേരിക്കൻ ഭരണഘടനയാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം.
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണിത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണിത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. മുകളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനകളുടെ രൂപീകരണത്തിനിടയാക്കുക. രാജാവിൻ്റെ അധികാരങ്ങൾ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായത് ഫ്രഞ്ച് വിപ്ലവമാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ് ഹമ്മൂറാബിയുടെ നിയമസംഹിത. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം, ഹമ്മൂറാബിയുടെ നിയമസംഹിത നമ്മളിവിടെ ആദ്യം പറഞ്ഞു. ഹമ്മൂറാബിയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഹമ്മൂറാബിയുടെ നിയമസംഹിതയാണ്. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിലാണ്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. അടുത്തത് നോക്കാം. ഭരണഘടനകൾ പലതരമുണ്ട്. ഭരണഘടനകളെ അവയുടെ സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിക്കുന്നു. ഭരണഘടനയുടെ സ്വഭാവം അനുസരിച്ച് അതിനെ ലിഖിതം എന്നും അലിഖിതം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ലിഖിത ഭരണഘടന പറഞ്ഞിട്ടുള്ളത് അത് വ്യക്തമായി എഴുതി തയ്യാറാക്കിയതായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നമ്മൾ അമേരിക്കയിലത്തെ എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ എഴുതപ്പെട്ടതിൽ ഏറ്റവും വലിയ ഭരണഘടന ഏതാണെന്ന് അറിയാമല്ലോ? ഇന്ത്യയുടെ ഭരണഘടനയാണ്. അലിഖിതം എന്ന് പറയുന്നത് എഴുതപ്പെടാത്തത്. അതായത് ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ട് എന്ന് തീരുമാനിച്ച് വെക്കും, പക്ഷേ അതൊന്നും എവിടെയും എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഭരണഘടന ഒരുപാട് രാജ്യങ്ങൾ അങ്ങനത്തെ ഭരണഘടനയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തത് മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ. ദൃഢമായത്, അയവുള്ളത്. അപ്പോൾ ദൃഢമായതും അയവുള്ളതും, അതായത് ദൃഢമായത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അയവുള്ളത് മാറ്റാൻ പറ്റും, പെട്ടെന്ന് മാറ്റാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അത് രണ്ടും മിക്സഡ് ആണ്, ദൃഢമായതുമാണ് അയവുള്ളതുമാണ്. രൂപം കൊണ്ട രീതി നടപ്പിലാക്കിയത്, പരിണമിച്ചത്. അതായത് രൂപം കൊണ്ടത് ആരെങ്കിലും തീരുമാനിച്ച് നടപ്പിലാക്കിയതാണോ അതോ കാലങ്ങളായിട്ടുള്ള പരിണാമത്തിലൂടെ വന്നതാണോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ സ്വഭാവത്തെ അനുസരിച്ചിട്ട് ഭരണഘടനയെ സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിവയെ അനുസരിച്ചിട്ട് പലതായി തിരിച്ചിട്ടുണ്ട്. ലിഖിതം, അലിഖിതം, ദൃഢമായത്, അയവുള്ളത്, നടപ്പിലാക്കിയത്, പരിണമിച്ചത് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ലിഖിതം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന. ഉദാഹരണം ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവ. അലിഖിതം ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന. ഉദാഹരണം യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് എന്നിവ. അടുത്തത് ദൃഢമായത്. മാറ്റം വരുത്തുന്നതിനുള്ള ഭേദഗതി, കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടന. മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായത്. അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ എന്നിവയ്ക്ക് ദൃഢമായ ഭരണഘടനയാണ്. അയവുള്ളത്, എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയാണ്. യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് എന്നിവയുടെയൊക്കെ അയവുള്ള ഭരണഘടനയാണ്. നടപ്പിലാക്കിയത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന. ഉദാഹരണം അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ എന്നിവയൊക്കെ അങ്ങനത്തെ ഭരണഘടനയാണ്. പരിണമിച്ചത്, ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടന, കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യുണൈറ്റഡ് കിങ്ഡം, കാനഡ എന്നിവയൊക്കെ അങ്ങനെയുള്ള ഭരണഘടനയാണ്. അപ്പോൾ ലിഖിതം, അലിഖിതം, ദൃഢമായത്, അയവുള്ളത്, നടപ്പിലാക്കിയത്, പരിണമിച്ചത്. ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു എന്ന വിഷയത്തിൽ ഭരണഘടന അവശ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സംക്ഷിപ്തത, അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. വ്യക്തത, ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ചലനാത്മക, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയണം. അനുയോജ്യത, ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. സമഗ്രത, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം.
അപ്പോൾ ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങളാണ് സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത എന്നിവ. അത് സംക്ഷിപ്തമായിരിക്കണം, അതായത് അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. വ്യക്തത, ഭരണഘടനയുടെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ചലനാത്മകത, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായി മാറ്റം വരുത്താൻ കഴിയണം. അനുയോജ്യത, ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. സമഗ്രത, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. ഭരണഘടനാ വ്യവസ്ഥ. അടുത്തത് ഭരണഘടനാ വ്യവസ്ഥ. ഭരണഘടനയുടെ സവിശേഷതകൾ പരിചയപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു സംഭാഷണം. മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി ഇത് ആവർത്തിക്കരുത്. ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? ടീച്ചർ, എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും ബാധകമാണ്. ടീച്ചറും മനുവും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണമുള്ളതുപോലെ അധികാരികൾക്കുമേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. അപ്പോൾ ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. അതായത് ഭരണാധികാരികളും എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. അപ്പോൾ ഭരണഘടനയെ ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്ന് നിർവചിച്ചത് ആരാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് അരിസ്റ്റോട്ടിലാണ്. ഭരണഘടനയെ ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്ന നിർവചിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിൽ. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തരംതിരിച്ചു. സുദീർഘമായ നിരവധി പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിലെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടന. ഇവിടെ രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രപതി അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഉള്ള ഒരു പ്രതിജ്ഞയാണ്. അതായത് രാഷ്ട്രപതിയുടെ പേര്: ദേശായ ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം അല്ലെങ്കിൽ സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇതും ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്നതാണ്. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ വാചകം ശ്രദ്ധിക്കൂ. നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അതിൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇത് ക്വസ്റ്റ്യൻ വരാം. ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല ഇന്ത്യൻ ഭരണഘടന. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നിട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. അപ്പോൾ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചത്. അത് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. അത് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, 1919 അതുപോലെ 1935 പിന്നെ 3 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ വരുന്നുണ്ട്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് 1946 അതിൻ്റെ ഉപദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. നമുക്ക് എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്ന് നോക്കാം. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ. പ്രസ്തുത മിഷൻ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞത് ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മൾ ആദ്യം നോക്കി. ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്ന് കൂട്ടിച്ചേർത്തു. അത് 42 ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. മേൽപ്പറഞ്ഞ ആക്ട് 2 വകുപ്പ് പ്രകാരം പിന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇത് പ്രാബല്യത്തിൽ വന്നത് 3/1/1977 മുതലാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. 1976 നടത്തിയ ആമുഖത്തിൽ നടത്തിയ ഭേദഗതി നിലവിൽ വന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ 1977 ജനുവരി 3 മുതലാണ്. അപ്പോൾ ആമുഖത്തിൽ പറയുന്ന നീതി 3 തരം നീതിയെക്കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കൂ. ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്.
സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതിയാണ് നവംബർ 26, 1949. ഈ ഒരു ഡേറ്റ് മാത്രമാണ് ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ: പരമാധികാരം. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സ്ഥിതി സമത്വം. എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുന്നു. മതേതരത്വം. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല. ജനാധിപത്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുന്നു. റിപ്പബ്ലിക്. തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം. പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. രാഷ്ട്രം പൗരർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വയ്ക്കുന്നു. മനുഷ്യ സമൂഹത്തിന്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തയായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്ന് നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായി വിലയിരുത്താം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് അതെൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ കേരള SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കിട്ടണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കേരള SCERT ന്യൂ ടെക്സ്റ്റ് ബുക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഏത് ക്ലാസ്സിൻ്റെ വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ചാപ്റ്റേഴ്സായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.